ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗേറ്റിന്റെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിലെ ടോപ്പിക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോയിൽ സ്ട്രക്ചർ ആൻഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്കാണ്. അതിൽ സോയിൽ ക്ലാസിഫിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതുപോലുള്ള സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോയിൽ ക്ലാസിഫിക്കേഷൻ ആണ്. സോയിലിന്റെ ക്ലാസിഫിക്കേഷൻ, പല ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഗേറ്റിന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഗേറ്റിന് മാത്രമല്ല മറ്റു കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് സോയിലിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ AASHTO. ഓക്കെ, ഇതായത് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സ്റ്റേറ്റ് ഹൈവേ ആൻഡ് ട്രാൻസ്പോർട്ട് ഒഫീഷ്യൽ, അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അതർവൈസ് നോൺ ആസ് PRA ക്ലാസിഫിക്കേഷൻ. PRA പബ്ലിക് റോഡ് അഡ്മിനിസ്ട്രേഷൻ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അമേരിക്കൻ അസോസിയേഷൻ ഓഫ് സ്റ്റേറ്റ് ഹൈവേ ആൻഡ് ട്രാൻസ്പോർട്ട് ഒഫീഷ്യൽ, അതാണ് ഇതിന്റെ ഫുൾ ഫോം. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് പബ്ലിക് റോഡ് അഡ്മിനിസ്ട്രേഷൻ. ഇതൊരു ടൈപ്പ് ഓഫ് സോയിലിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹൈവേ ഡിസൈൻ ആണ്. ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈവേയുടെ ഡിസൈൻ ആണ്. ഓക്കെ, ഈ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ സോയിലിനെ മെയിൻ ആയിട്ട് 7 ടൈപ്സ് ഉണ്ട്. A1, A2, A3, A4 അങ്ങനെ 7A7 വരെയുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. അങ്ങനെയാണ് ഇത് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റ് സ്മോളർ നമ്പർ ആണെങ്കിലാണ് ബെറ്റർ സോയിൽ, അതായത് നമ്പർ കുറഞ്ഞിരിക്കുമ്പോൾ ബെറ്റർ ആണ്. A7 എന്ന് പറയുമ്പോൾ പുവർ ആയിട്ടുള്ള സോയിലാണ്, നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത സോയിലാണ് A7 വരുന്നത്. നമ്മുടെ ബ്ലാക്ക് കോട്ടൺ സോയിലൊക്കെ നമ്മുടെ A7 ക്ലാസിഫിക്കേഷനിൽ വരും. ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറഞ്ഞാൽ ഹൈലി സ്വെല്ലിങ്ങും ഷ്രിങ്കേജും കൂടിയ ടൈപ്പ് ഓഫ് സോയിലാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ. അതിൽ മോൺമോറലൈറ്റ് എന്ന് പറയുന്ന ഒരു ക്ലേ മിനറൽ ഉള്ളത് കൊണ്ടാണ് അത് യൂസ്ഫുൾ അല്ല. അപ്പോൾ അത് ഹൈലി സ്വെല്ലിംഗ് കൂടിയ ഒരു സോയിലാണ്. സോ അതൊക്കെ A7 ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. സോ ഹൈവേയുടെ ഡിസൈനാണ് നമ്മൾ ആസ്തോ അല്ലെങ്കിൽ PRA എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് 2 പാരാമീറ്ററിനെയാണ്. ഒന്ന് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, ആൻഡ് പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോയിൽ. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനെയും പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെയുമാണ് ഈ ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ആസ്തോ. ഹൈവേ ഡിസൈൻ ആണ് യൂസ് ചെയ്തത്. A1, A2 എന്ന് പറയുന്ന A7 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നമ്പർ കുറയുന്നതാണ് ബെറ്റർ സോയിൽ എന്ന് പറയുന്നത്. കൂടുതൽ നമ്പർ കൂടാതെ A7 പോകുമ്പോഴത്തേക്കും അതിന്റെ ക്വാളിറ്റി കുറയുന്നു എന്നുള്ള രീതിയിലാണ്. ഇത് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനെയും പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടറിസ്റ്റിക്സിനെയുമാണ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ ഗ്രൂപ്പ് ഇൻഡെക്സ് മെത്തേഡ്, GI മെത്തേഡ്. ഗ്രൂപ്പ് ഇൻഡെക്സ് മെത്തേഡ്. ഗ്രൂപ്പ് ഇൻഡെക്സ് എന്ന് പറയുന്ന വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡാണ് ഗ്രൂപ്പ് ഇൻഡെക്സ് മെത്തേഡ്. ഈ വാല്യൂ എന്ന് പറയുമ്പോൾ 0 മുതൽ 20 വരെയാണ് അതിന്റെ റേഞ്ച്. ഗ്രൂപ്പ് ഇൻഡെക്സ് വാല്യൂ ഓഫ് സോയിൽ എന്ന് പറയുന്നത് 0 to 20 ആണ് അതിന്റെ റേഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്മോളർ വാല്യൂ ആണെങ്കിൽ ബെറ്റർ സോയിൽ എന്നാണ്. അതായത് ഗ്രൂപ്പ് ഇൻഡെക്സിന്റെ വാല്യൂ 0 ആണ് എങ്കിൽ സോയിൽ വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള സോയിലാണ്, വെൽ ഗ്രേഡഡ് സോയിലാണ്. ഗ്രൂപ്പ് ഇൻഡെക്സിന്റെ വാല്യൂ 20 ആണ് എങ്കിൽ അത് poorly graded ആയിട്ടുള്ള സോയിലാണ്. ഓക്കെ, സോ ഗ്രൂപ്പ് ഇൻഡെക്സ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് GI മെത്തേഡ് എന്ന് പറയുന്നത്. 0 to 20 ആണ് ആ വാല്യൂ. അപ്പോൾ വാല്യൂ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം സോയിലിന്റെ പ്രോപ്പർട്ടീസ് വളരെ ബെറ്റർ ആയിരിക്കും. കൂടിയ വാല്യൂ എന്ന് പറയുന്നത് സോയിലിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ബെറ്റർ അല്ലായിരിക്കും. സോ അതാണ് GI മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ. തേർഡ് മെത്തേഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ യൂണിഫൈഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. യൂണിഫൈഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഓക്കെ, ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് കെസഗ്രാൻഡെ ആണ്. കെസഗ്രാൻഡെ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് കെസഗ്രാൻഡെ ആണ്. ഇത് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 പാരാമീറ്റേഴ്സിനെയാണ്. അതായത്
നമ്മുടെ സോയിലിന്റെ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സോയിൽ, അതിന്റെ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. Then plasticity characteristics, then compressibility characteristics. ഈ 3 പ്രോപ്പർട്ടീസിനെയാണ് ഈ ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കെസഗ്രാനി ഡെവലപ്പ് ചെയ്തതാണ് യൂണിഫൈഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. 3 പ്രോപ്പർട്ടീസിനെയാണ് മെയിൻ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അത് നമ്മൾ യൂണിഫൈഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ നിന്നാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ്, അതായത് IS സിസ്റ്റം. ഓക്കെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഏതൊക്കെ പാരാമീറ്റേഴ്സിനാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് നേരത്തെ പറഞ്ഞു. അതായത് ഫസ്റ്റ് പാരാമീറ്റർ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, ദെൻ പ്ലാസ്റ്റിസിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് കംപ്രസിബിലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. ഈ 3 പാരാമീറ്റേഴ്സിനെയുമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് യൂണിഫൈഡ് സോയിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് ആണ്. അപ്പൊ ഇതനുസരിച്ചിട്ട് നമ്മുടെ സോയിലിന്റെ സൈസ്, ഗ്രെയിൻ സൈസ് അനുസരിച്ചിട്ട് അതിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, അതായത് സൈസ് അനുസരിച്ചിട്ട് നമ്മൾ സോയിലിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മളിവിടെ സോയിലാണ്, ഇവിടെ അതിന്റെ സൈസ് ആണ്. ഏറ്റവും സൈസ് കുറഞ്ഞ സോയിലാണ് ക്ലേ പാർട്ടിക്കിൾസ്, അല്ലെ? അപ്പൊ ക്ലേ പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 2 മൈക്രോൺ ആണ്. അതായത് മാക്സിമം 2 മൈക്രോൺ വരെ സൈസുള്ള പാർട്ടിക്കിൾസിനെയാണ് ക്ലേ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. 2 മൈക്രോണിന് താഴെ സൈസുള്ള പാർട്ടിക്കിൾസ് ആണ് ക്ലേ പാർട്ടിക്കിൾസ്. മൈക്രോണിനെ നമ്മൾ mm കൺവേർട്ട് ചെയ്യുമ്പോൾ × 10⁻³ 2 × 10⁻³ mm ആണ് ക്ലേയുടെ സൈസ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ക്ലേയുടെ മാക്സിമം സൈസ് 2 മൈക്രോൺ ആണ്. ദെൻ അടുത്ത് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് സിൽറ്റ് ആണ്. സിൽറ്റിന്റെ മാക്സിമം സൈസ് എന്ന് പറയുമ്പോൾ 75 മൈക്രോൺ ആണ്. അതായത് 2 മൈക്രോൺ തൊട്ട് 75 മൈക്രോൺ വരെയുള്ള സോയിൽ പാർട്ടിക്കിൾസ് എല്ലാം വരുന്നത് സിൽറ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. മാക്സിമം സൈസ് ചോദിച്ചാൽ 75 മൈക്രോൺ ആണ്. അടുത്ത് വരുന്ന കാറ്റഗറിയാണ് സാൻഡ്. സാൻഡ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. അതായത് ഫൈൻ സാൻഡ് ഉണ്ട്, മീഡിയം സാൻഡ് ഉണ്ട്, ദെൻ കോഴ്സ് സാൻഡ് ഉണ്ട്. ഫൈൻ, മീഡിയം, കോഴ്സ് 3 ടൈപ്പ് ഓഫ് സാൻഡ് ഉണ്ട്. ഫൈൻ സാൻഡ് എന്ന് പറയുമ്പോൾ 75 മൈക്രോൺ തൊട്ട് 425 മൈക്രോൺ വരെ വരുന്ന പാർട്ടിക്കിൾസ് ആണ് ഫൈൻ സാൻഡിൽ വരുന്നത്. 75 മൈക്രോൺ മുതൽ 425 മൈക്രോൺ വരെ വരുന്ന പാർട്ടിക്കിൾസ് ആണ് നമ്മൾ ഫൈൻ സാൻഡ് കാറ്റഗറിയിലോട്ട് വരുന്നത്. ഇനി മീഡിയം സാൻഡിൽ വരുന്നത് 425 മൈക്രോൺ തൊട്ട് 2 mm, 425 മൈക്രോൺ മുതൽ 2 mm വരെയുള്ള ക്ലാസിഫിക്കേഷൻ ആണ് മീഡിയം സാൻഡിൽ നിന്നുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. കോഴ്സ് സാൻഡ് എന്ന് പറയുമ്പോൾ 2 മുതൽ 4.75 mm, 4.75 mm വരെയുള്ളതിനെയാണ് നമ്മൾ കോഴ്സ് സാൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ റേഞ്ച്, സാൻഡിന്റെ റേഞ്ച് ചോദിച്ചാൽ 75 മൈക്രോൺ തൊട്ട് 4.75 mm വരെ ഉള്ളത്. അതായത് 4.75 കൂടെ പാസ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് ആണ് സാൻഡ് എന്ന് പറയുന്നത്. 75 to 4.75 mm വരെയുള്ള സൈസുള്ള പാർട്ടിക്കിൾസ് ആണ് സാൻഡ്. അതായത് 3 ടൈപ്പ് ഉണ്ട്, ഫൈൻ, മീഡിയം, കോഴ്സ്. ഫൈൻ്റെ റേഞ്ച് ഇതാണ്, മീഡിയം ഇതാണ്, കോഴ്സ് ഇതാണ്. ഇനി അടുത്ത് വരുന്ന ടൈപ്പ് ഓഫ് സോയിൽ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഗ്രേവൽ ആണ്. ഗ്രേവലിന്റെ സൈസ് 80 mm. 80 mm വരെ സൈസ് വരുന്ന പാർട്ടിക്കിൾസ് ആണ് ഗ്രേവൽ. നെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നത് കോബിൾ. 300 mm വരെ സൈസ് വരുന്ന സോയിലിനെയാണ് നമ്മൾ കോബിൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ സൈസ് പറയുന്നത് ബോൾഡർ. 300 mm സൈസ് കൂടിയ പാർട്ടിക്കിൾസ് ആണ് ബോൾഡർ പാർട്ടിക്കിൾ. ഇതാണ് അതിന്റെ സൈസ് അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലേ എന്ന് പറയുമ്പോൾ 2 മൈക്രോൺ വരെയാണ്, സിൽറ്റ് 75 മൈക്രോൺ ആണ്, സാൻഡ് എന്ന് പറയുമ്പോൾ 75 തൊട്ട് 4.75 mm വരെ വരുന്നത് സാൻഡ് ആണ്, ഗ്രേവൽ 80 mm ആണ്, കോബിൾ 300 mm ആണ്, ബോൾഡർ 300 mm സൈസ് കൂടിയ പാർട്ടിക്കിൾസ് ആണ്. അതിൽ ഏത് വേണമെങ്കിലും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതൊന്ന് ബൈ ഹാർട്ട് ചെയ്യാം. ഇനി
IS സോയിൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ മെയിൻ ആയിട്ട് സോയിലിനെ 3 ടൈപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. നേരത്തെ അതിന്റെ ഗ്രെയിൻ സൈസ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി പറയുന്നതാണ് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. IS ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് സോയിലിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ, second one coarse grained soil, third one highly organic soil. highly organic soil. Okay, അപ്പോൾ ഈ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ മെയിൻ ആയിട്ട് വരുന്നത് ഹൈലി ഓർഗാനിക് ആയിട്ടുള്ള സോയിലാണ്. പീറ്റ് എന്ന് പറയുന്ന ഒരു ഹൈലി ഓർഗാനിക് സോയിലാണ്. അപ്പോൾ അതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ പീറ്റ് പോലുള്ള സോയിൽസ് ഒക്കെയാണ് ഈ ഹൈലി ഓർഗാനിക് സോയിലിന്റെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇനി ഈ 2 ടൈപ്പ് ഓഫ് സോയിലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനുണ്ട്. ഫൈൻ ഗ്രെയിൻഡ് സോയിലും കോഴ്സ് ഗ്രെയിൻഡ് സോയിലുമാണ്. ഓക്കെ, അതായത് നമ്മളൊരു സോയിൽ സാമ്പിൾ എടുത്തു, ദെൻ അതിനെ നമ്മളൊരു 75 മൈക്രോൺ സീവിൽ കൂടെ പാസ് ചെയ്യിച്ചു. 75 മൈക്രോൺ സീവിൽ കൂടെ. ഓക്കെ, 50% പാർട്ടിക്കിൾസും പാസ് ചെയ്ത് പോവുകയാണ്. 50% പാർട്ടിക്കിൾസും പാസ് ചെയ്യുവാണ്. പാസ് ചെയ്യുന്ന കാര്യമാണ്. 50% പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് സോയിൽ ആയിരിക്കും? ഫൈൻ ഗ്രെയിൻഡ് സോയിൽ ആയിരിക്കും. 50% അതിൽ കൂടെ പാസ് ചെയ്ത് വരുവാണെങ്കിൽ അത് ഫൈൻ ഗ്രെയിൻഡ് സോയിലാണ്. ഓക്കെ, ഇനി അതേ 75 മൈക്രോൺ സീവിൽ നമ്മൾ സീവ് ചെയ്യുമ്പോൾ 50% പാർട്ടിക്കിൾസും റീടൈൻ ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞു 75 മൈക്രോൺ സീവിലാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പൊ 75 മൈക്രോണിനെക്കാട്ടും സൈസ് കുറഞ്ഞ പാർട്ടിക്കിൾസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്ത് വരുന്നത്, അല്ലെ? 75 മൈക്രോണിനെക്കാട്ടും സൈസ് കുറഞ്ഞ പാർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ സൈസിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഏതൊക്കെയാണ്? ക്ലേയും സിൽറ്റും. ക്ലേയുടെ മാക്സിമം സൈസ് 2 മൈക്രോൺ ആണ്. സിൽറ്റിന്റെ മാക്സിമം സൈസ് 75 മൈക്രോൺ ആണ്. സോ അതിനേക്കാളും കുറഞ്ഞ പാർട്ടിക്കിൾ ആകുമ്പോൾ ക്ലേയും സിൽറ്റും. അപ്പോൾ ക്ലേയും സിൽറ്റും ആണ് നമ്മുടെ ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്? ഫൈൻ ഗ്രെയിൻഡ് സോയിൽ എന്നുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ക്ലേ സോയിലും സിൽറ്റുമാണ് ഫൈൻ ഗ്രെയിൻഡ് സോയിൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. നമ്മൾ സോയിലിനെ 75 മൈക്രോണിൽ കൂടെ സേവ് ചെയ്യുമ്പോൾ 50% പാസ് ചെയ്യുന്നു. സോ പാസ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ ടൈപ്പാണ്? ക്ലേ ആൻഡ് സിൽറ്റ് ആണ് നമ്മുടെ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അപ്പൊ കോഴ്സ് ഗ്രെയിൻഡ് സോയിലോ നമ്മൾ 75 മൈക്രോൺ സീവിൽ പാസ് ചെയ്യിച്ചു, അതിൽ 50% റീടൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോഴ്സ് ഗ്രെയിൻഡ് സോയിലാണ്. അതിൽ ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ വരും? സാൻഡ് വരും, ഗ്രേവൽ വരും. 75 മൈക്രോണിനെക്കാട്ടിലും സൈസ് കൂടിയ പാർട്ടിക്കിൾസ് ആയിരിക്കും അതിൽ റീടൈൻ ചെയ്തിരിക്കുന്നത്. ആ സീവിൽ കൂടെ പാസ് ചെയ്യില്ല, അല്ലെ? അപ്പൊ അതിൽ ഏതൊക്കെ വരും? സാൻഡും വരും, ഗ്രേവലും വരും. അപ്പൊ ഇതാണ് ക്ലാസിഫിക്കേഷൻ. ഫൈൻ ഗ്രെയിൻഡിനകത്ത് വരുന്നത് ക്ലേയും സിൽറ്റും ആണ്. കോഴ്സ് ഗ്രെയിനിൽ വരുന്നത് ഗ്രേവലും സാൻഡും ആണ്. ഹൈലി ഓർഗാനിക് സോയിൽ എന്ന് പറയുമ്പോൾ പീറ്റ്, അതാണ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതില് ക്ലേ പാർട്ടിക്കിൾസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് നമ്മൾ ക്ലേ പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സിൽറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എസ് അല്ല, കൺഫ്യൂസ്ഡ് ആവരുത്. അതിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് എം. സിൽറ്റ് റെപ്രസെന്റ് ചെയ്യാൻ എം എന്നുള്ള ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സാൻഡ് ആണെങ്കിൽ നമ്മൾ എസ് ആണ് യൂസ് ചെയ്യുന്നത്. എല്ലാം ഫസ്റ്റ് ലെറ്റർ ആണ്, പക്ഷെ സിൽറ്റ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, അത് എം ആണ് യൂസ് ചെയ്യുന്നത്. ഗ്രേവൽ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ ജി ആണ്. ഇനി നമുക്ക് ഫൈൻ ഗ്രെയിൻഡ് സോയിലിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഫൈൻ ഗ്രെയിൻഡ് സോയിൽ. അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഫൈൻ ഗ്രെയിൻഡ് സോയിൽ മെയിൻ ആയിട്ട് അതിനകത്ത് സിൽറ്റും ക്ലേയും ആണെന്ന് പറഞ്ഞു. ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന 3 ടൈപ്പ് എന്ന് പറയുന്നത് ഇനോർഗാനിക് സിൽറ്റ്, ഇനോർഗാനിക് ആയിട്ടുള്ള സിൽറ്റ്, ഇനോർഗാനിക് ആയിട്ടുള്ള ക്ലേ, ദെൻ ഓർഗാനിക് ആയിട്ടുള്ള സോയിലാണ്. ഇനോർഗാനിക് സിൽറ്റും ക്ലേയും പിന്നെ ഓർഗാനിക് സോയിലുമാണ് നമ്മുടെ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന 3 ടൈപ്പ് ഓഫ് സോയിൽ. ഇതിൽ നമ്മൾ സിൽറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതായിരുന്നു? എം ആയിരുന്നു. ക്ലേ റെപ്രസെന്റ് ചെയ്യുന്നത് സി ആണ്. ഈ ടോപ്പിക്കിന് നമ്മൾ സി ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓർഗാനിക് സോയിലിനെ നമ്മൾ ഒ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓർഗാനിക് സോയിലിനെ ഒ യൂസ് ചെയ്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അതിന്റെ കംപ്രസിബിലിറ്റിയുടെ ബേസിസിൽ. കംപ്രസിബിലിറ്റിയുടെ ബേസിസിൽ നമുക്ക് ഫൈൻ ഗ്രെയിൻഡ് സോയിലിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ലോ കംപ്രസിബിൾ,
മീഡിയം അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് കംപ്രസിബിൾ, then ഹൈ കംപ്രസിബിൾ. ഈ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് അതിന്റെ ലിക്വിഡ് ലിമിറ്റിന്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ലിക്വിഡ് ലിമിറ്റ്, സോയിലിന്റെ ലിക്വിഡ് ലിമിറ്റ്. നമ്മുടെ സോയിലിന്റെ ലിക്വിഡ് ലിമിറ്റ് 35-നേക്കാട്ടിലും കുറവാണ്, 35-നേക്കാട്ടിലും കുറവാണെങ്കിൽ അത് ലോ കംപ്രസിബിൾ ആയിട്ടുള്ള സോയിൽ ആയിരിക്കും. ഓക്കെ, ഇനി ലിക്വിഡ് ലിമിറ്റ് 35 മുതൽ 50 വരെ ആണെങ്കിൽ അത് ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള കംപ്രസിബിലിറ്റി ആയിരിക്കും. ദെൻ 50-ൽ കൂടുതൽ ലിക്വിഡ് ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്തായിരിക്കും, ഹൈ കംപ്രസിബിൾ ആണ്. സോ കംപ്രസിബിലിറ്റിയുടെ ബേസിൽ നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. ലോ കംപ്രസിബിലിറ്റി ഉള്ളത് ലിക്വിഡ് ലിമിറ്റ് 35-ൽ ലെസർ ആണ്. ഇന്റർമീഡിയറ്റ് ആകുമ്പോൾ 35 മുതൽ 50 വരെ ലിക്വിഡ് ലിമിറ്റ് ഉള്ള സോയിലാണ്. ഹൈലി കംപ്രസിബിൾ ആകുമ്പോൾ ലിക്വിഡ് ലിമിറ്റ് 50-ൽ കൂടുതലാവുന്ന ടൈപ്പ് ഓഫ് സോയിലാണ്. അപ്പൊ ഇതിന്റെ ബേസിസിൽ നമ്മൾ സിൽറ്റിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? നമുക്ക് സിൽറ്റിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ലോ കംപ്രസിബിൾ സിൽറ്റ്, intermediate compressible silt, then highly compressible silt, high compressible silt. അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ ആണ് സിൽറ്റിൽ വരുന്നത്. ക്ലേ നമുക്ക് അതുപോലെ ക്ലാസിഫൈ ചെയ്യാം. ഇങ്ങനെയാണ് ലോ കംപ്രസിബിൾ ക്ലേ, intermediate compressible clay, then highly compressible clay, high compressible clay. അതുപോലെ നമ്മുടെ ഓർഗാനിക് സോയിലിനെ ഈ 3 ക്ലാസിഫിക്കേഷനിൽ വരാം. ഓർഗാനിക് സോയിൽ ആണ് O എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലോ കംപ്രസിബിൾ ഓർഗാനിക് സോയിൽ, intermediate compressible, then high compressible organic soil. അപ്പോൾ സിൽറ്റിന്റെ 3 ക്ലാസിഫിക്കേഷൻ, ക്ലേയുടെ 3 ക്ലാസിഫിക്കേഷൻ, ഓർഗാനിക് സോയിലിന്റെ 3 ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ടോട്ടൽ നമുക്കിവിടെ 9 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് ഫൈൻ ഗ്രെയിൻഡ് സോയിലിന്റെ 9 ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി ഇതല്ല ഇമ്പോർട്ടന്റ്, ഇതിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ടേം ആണ് ഇമ്പോർട്ടന്റ്. നമുക്ക് ചോദിക്കുമ്പോഴും ഈ ടേം ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ലോ കംപ്രസിബിൾ സിൽറ്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ ലോ കംപ്രസിബിളിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്? L. സോ നമ്മൾ അതിനെ L കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ നമ്മൾ I കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഹൈലി കംപ്രസിബിൾ ആണെങ്കിൽ H കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ലോ കംപ്രസിബിൾ സിൽറ്റ് ആണെങ്കിൽ L-ഉം S-ഉം ആണ് അല്ലേ? അത് LS അല്ല, നമ്മൾ എപ്പോഴും ഈ ടേം ആണ് ഫസ്റ്റ് പറയുന്നത്. അപ്പോൾ സിൽറ്റിന്റെ S അല്ല, സോറി, സിൽറ്റിന്റെ ടേം എന്ന് പറയുന്നത് M ആണ്. സോ ലോ കംപ്രസിബിൾ സിൽറ്റ് എന്ന് പറയുമ്പോൾ സിൽറ്റിന്റെ ടേം M ആണ്, ലോ കംപ്രസിബിൾ ആവുന്നതിന്റെ L ആണ്. സോ ML എന്നാണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത്. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഈ ടേം എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സിൽറ്റ് ആണ്. സോ സിൽറ്റിന്റെ ടേം M ആണ്, ഇന്റർമീഡിയറ്റിന്റെ ടേം I ആണ്. MI എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ ഹൈലി കംപ്രസിബിൾ ആകുമ്പോഴോ സിൽറ്റിന്റെ ടേം M ആണ്, ഹൈലി കംപ്രസിബിൾ ആയതിന്റെ ടേം H ആണ്. സോ MH എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ക്ലേയുടെ കേസിൽ പറയുമ്പോൾ ലോ കംപ്രസിബിൾ ക്ലേ, ക്ലേയുടെ ടേം C ആണ്, ലോ ആവുമ്പോൾ L ആണ്. സോ ഇത് CL ആണ്. ഇന്റർമീഡിയറ്റ് ആകുമ്പോൾ CI ആണ്, ഹൈലി കംപ്രസിബിൾ ആകുമ്പോൾ CH ആണ്. ഓക്കെ, അതുപോലെ ഓർഗാനിക് സോയിലിന്റെ കേസിലും ഓർഗാനിക് സോയിലിനെ നമ്മൾ O എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ലോ ആവുന്ന കേസ് ആയതുകൊണ്ട് OL ആണ്, ഇന്റർമീഡിയറ്റ് ആകുമ്പോൾ OI ആണ്, ഹൈലി കംപ്രസിബിൾ ആകുമ്പോൾ OH ആണ്. അപ്പൊ ഇതാണ് 9 ക്ലാസിഫിക്കേഷൻ. ML, MI, MH അത്രയും സിൽറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലേയുടെ ക്ലാസിഫിക്കേഷൻ CL, CI, CH. ഓർഗാനിക് സോയിലിന്റെ ക്ലാസിഫിക്കേഷൻ OL, OI, OH. അങ്ങനെ 9 ക്ലാസിഫിക്കേഷൻ ആണ് ഫൈൻ ഗ്രെയിൻഡ് സോയിലിൽ വരുന്നത്. അപ്പോൾ ഫൈൻ ഗ്രെയിനിലെ 9 ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു. അടുത്തിനി കോഴ്സ് ഗ്രെയിൻഡ് സോയിലിന്റെ ക്ലാസിഫിക്കേഷൻ. കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ മെയിൻ ആയിട്ട് ഗ്രേവലും ഉണ്ടായിരുന്നു, ദെൻ സാൻഡും ഉണ്ടായിരുന്നു. 2 ക്ലാസിഫിക്കേഷൻ ആയിരുന്നു മെയിൻ ആയിട്ടുണ്ടായിരുന്നു. ഈ ഗ്രേവലിനെ തന്നെ പിന്നെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും, സാൻഡിനെയും 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, ഗ്രേവലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് G എന്നാണ്, സാൻഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് S എന്നാണ്. അപ്പോൾ നമ്മൾ അതിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ വെൽ ഗ്രേഡഡ് ഗ്രേവൽ. വെൽ ഗ്രേഡഡ് ഗ്രേവൽ,
Second classification, poorly graded gravel. Third classification, silty gravel. Fourth classification, clayey gravel. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നാലായിട്ട് ക്ലാസിഫൈ ചെയ്തത്. അതുപോലെ നമ്മുടെ സാൻഡിനെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വെൽ ഗ്രേഡഡ് സാൻഡ്, poorly graded sand, third classification, silty sand and clayey sand. ഓക്കെ, ഇതാണ് 4 ക്ലാസിഫിക്കേഷൻ ഗ്രേവലിനും 4 ക്ലാസിഫിക്കേഷൻ സാൻഡിനും. ഇനി ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വെൽ ഗ്രേഡഡ് ആണെങ്കിൽ ഫസ്റ്റ് ലെറ്റർ W ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഗ്രേവലിന്റെ സിമ്പൽ G ആണ്. സോ നമ്മുടെ WG എന്നല്ല, നമ്മൾ തിരിച്ചാണ് എഴുതുന്നത് പറഞ്ഞു നേരത്തെ. അപ്പൊ ഇതെങ്ങനെ വരും? GW എന്ന് റെപ്രസെന്റ് ചെയ്യും. വെൽ ഗ്രേഡഡ് ഗ്രേവലിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു? GW എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. പോർലി ഗ്രേഡഡ് ആകുമ്പോഴും ഇവിടെ നമ്മൾ P ആണ്. പോർലി ഗ്രേഡഡ് P ആണ്. ഗ്രേവൽ വീണ്ടും G തന്നെ. സോ GP എന്ന് റെപ്രസെന്റ് ചെയ്യും. പോർലി ഗ്രേഡഡ് ഗ്രേവൽ GP. സിൽറ്റി ഗ്രേവൽ, സിൽറ്റിന്റെ ലെറ്റർ M ആണ്, ഗ്രേവലിന്റെ ലെറ്റർ G ആണ്. സോ റെപ്രസെന്റ് ചെയ്യുന്നത് GM. ക്ലേയി ഗ്രേവൽ, ക്ലേയുടെ ലെറ്റർ C ആണ്, ഗ്രേവലിന്റെ ലെറ്റർ G ആണ്. സോ GC എന്ന് റെപ്രസെന്റ് ചെയ്യും. GW, GP, GM, GC. ഇതാണ് ആ 4 ക്ലാസിഫിക്കേഷൻ. അതുപോലെ സാൻഡിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെ വരും? സാൻഡിന്റെ ലെറ്റർ S ആണ്, വെൽ ഗ്രേഡഡ് ആയതുകൊണ്ട് SW. പൂർലി ഗ്രേഡഡ് ആകുമ്പോൾ SE. സിൽറ്റി സാൻഡ് ആകുമ്പോഴത്തേക്കും SM. ക്ലേയി സാൻഡ് ആകുമ്പോൾ SC. അങ്ങനെയാണ് ആ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ഇവിടെ 4 ക്ലാസിഫിക്കേഷൻ, ഇത് 4 ക്ലാസിഫിക്കേഷൻ. അങ്ങനെ നമ്മൾ കോഴ്സ് ഗ്രെയിൻഡ് സോയിലിന് 8 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫൈൻ ഗ്രെയിൻഡ് സോയിലിന് 9 ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്നു. കോഴ്സ് ഗ്രെയിൻഡ് സോയിലിന് 8 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇനി നമ്മൾ ഓർഗാനിക് സോയിൽ എന്നൊരു ക്ലാസ് പറഞ്ഞു അല്ലെ, നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്: ഫൈൻ ഗ്രെയിൻ, കോഴ്സ് ഗ്രെയിൻ, ഓർഗാനിക് സോയിൽ. സോ അതിന് ഒരു ക്ലാസിഫിക്കേഷൻ. അങ്ങനെ ടോട്ടൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് 18 ആണ്. സോ ഈ യൂണിഫൈഡ് സോയിൽ സിസ്റ്റം ക്ലാസിഫിക്കേഷനിൽ എത്ര ടോട്ടൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ 18 ആണ്. ഇതൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. ഇനി ഈ ടോപ്പിക്കിൽ പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് പ്ലാസ്റ്റിസിറ്റി ചാർട്ട്. അതായത് ഫൈൻ ഗ്രെയിൻഡ് സോയിലിനെ ക്ലാസിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചാർട്ടാണ് പ്ലാസ്റ്റിസിറ്റി ചാർട്ട്. പ്ലാസ്റ്റിസിറ്റി ചാർട്ട് ഇതും ഡെവലപ്പ് ചെയ്തത് കെസഗ്രാൻഡെ തന്നെയാണ്. പ്ലാസ്റ്റിസിറ്റി ചാർട്ട്. ഈ ചാർട്ടിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ആ ഇക്വേഷൻ, ആ ചാർട്ടിന്റെ A ലൈനിന്റെ ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഇതാണ്: പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് PA എന്ന് ഡിനോട്ട് ചെയ്യും. പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0.73 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് -20. ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്റിസിറ്റി ചാർട്ടിലെ ഇക്വേഷൻ ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു 0.73 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ്, WL എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റ് ആണ്, -20. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചാർട്ട് നമുക്ക് വരയ്ക്കാം. ചാർട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ലിക്വിഡ് ലിമിറ്റ് ആണ്, X ആക്സിസിൽ ലിക്വിഡ് ലിമിറ്റ് ആണ്, Y ആക്സിസിൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണ്. നമ്മുടെ ചാർട്ടിലെ A ലൈൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഇതായിരുന്നു: പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു 0.73 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് -20. ആ A ലൈനിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണം. ദിസ് ഇസ് ദ A ലൈൻ. A ലൈനിന്റെ ഇക്വേഷൻ ആണ് ഈ പറഞ്ഞത്, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിന്റെ ഇക്വേഷൻ. ഈ A ലൈനിന്റെ ഇക്വേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ. ഈ A ലൈനിന് മുകളിലുള്ള സോയിലെല്ലാം ക്ലേ സോയിലാണ്, അതായത് ഇനോർഗാനിക് ആയിട്ടുള്ള ക്ലേ സോയിൽ. ഇനോർഗാനിക് ആയിട്ടുള്ള ക്ലേ സോയിൽ എല്ലാം A ലൈനിന് മുകളിലായിരിക്കും. ഇനോർഗാനിക് ആയിട്ടുള്ള സിൽറ്റ് സോയിൽ എല്ലാം, ഇനോർഗാനിക് ക്ലേ സോയിൽ എന്ന് പറയുന്നത് ഈ A ലൈനിന്റെ ടോപ്പിൽ മുകളിലാണ്. ഇനോർഗാനിക് സിൽറ്റ് എന്ന് പറയുന്നത് A ലൈനിന്റെ താഴെയാണ്. അതുപോലെ ഓർഗാനിക് സിൽറ്റും ക്ലേയും ഇതിന്റെ താഴെയാണ്. ഓർഗാനിക് ക്ലേയും സിൽറ്റും A ലൈനിന്റെ താഴെയാണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കുക, A ലൈനിന്റെ മുകളിൽ വരുന്നത് ഇനോർഗാനിക് ക്ലേ ആണ്, A ലൈനിന്റെ താഴെ വരുന്നത് ഇനോർഗാനിക് സിൽറ്റും
ഓർഗാനിക് ക്ലേയും സിൽറ്റും ആണ്. ഇനി ഇതിവിടെ ലിക്വിഡ് ലിമിറ്റ് ആണ് നമ്മുടെ എക്സ് ആക്സിസിൽ അല്ലെ. നമ്മൾ കംപ്രസിബിലിറ്റിയെ ലിക്വിഡ് ലിമിറ്റ് വെച്ചാണ് ക്ലാസിഫൈ ചെയ്തത്. അതായത് ലെസ് ദാൻ 35 ആണെങ്കിൽ ലോ കംപ്രസിബിൾ എന്നും 35 to 50 ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് ആണെന്നും 50 ഗ്രേറ്റർ ആണെങ്കിൽ ഹൈലി കംപ്രസിബിൾ എന്നാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തത്. സോ നമുക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല. ഇവിടെ ഇപ്പോൾ 35, ഇവിടെ 50 ആണ്. സോ ഈ ലൈൻ നമ്മളിവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന് 35 കുറവുള്ള എല്ലാ സോയിലും എന്താണ്? ലോ കംപ്രസിബിൾ സോയിലാണ്. സോ ഈ പോർഷനിൽ എല്ലാം വരുന്നത് ലോ കംപ്രസിബിൾ സോയിലാണ്. ഇതിന്റെ ഈ പോർഷനിൽ വരുന്ന സോയിൽ എല്ലാം. then 35 മുതൽ 50 വരെയുള്ള സോയിൽ എന്താണ്? ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സോയിലാണ്. സോ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സോയിൽ എല്ലാം വരുന്നത് ഈ ക്ലാസിഫിക്കേഷനിലാണ്. 50 ഗ്രേറ്റർ ആയിട്ടുള്ള സോയിൽ എല്ലാം ഹൈലി കംപ്രസിബിൾ എല്ലാം ഈ ക്ലാസിഫിക്കേഷനിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്ലാസ്റ്റിസിറ്റി ചാർട്ട്. അതിൽ എ ലൈനിന്റെ ഇക്വേഷൻ ആണ് ഇത് എഴുതിയിരിക്കുന്നത്. ദെൻ എ ലൈനിന്റെ ടോപ്പിൽ മുകളിൽ വരുന്നതെല്ലാം ഇനോർഗാനിക് ക്ലേയും താഴെ വരുന്നത് ഇനോർഗാനിക് സിൽറ്റും ഓർഗാനിക് ക്ലേയും സിൽറ്റും ആണ്. ഇനി ഇതിനെ തന്നെ ലിക്വിഡ് ലിമിറ്റിന്റെ ബേസിൽ നമ്മൾ ലോ കംപ്രസിബിൾ, ഇന്റർമീഡിയറ്റ്, ഹൈലി കംപ്രസിബിൾ അങ്ങനെ 3 റീജിയൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. സോ ഇവിടെ വരുന്നത് ഏത് സോയിൽ ആയിരിക്കും? ഇവിടെ ക്ലേ ആണ്, ലോ കംപ്രസിബിൾ ആണ്. സോ CL ആണ് ഈ റീജിയനിൽ വരുന്നത്. ഇവിടെ ഏതായിരിക്കും? സി ക്ലേ ആണ്, ഇന്റർമീഡിയറ്റ് ആണ്. CI ആണ് വരുന്നത്. ക്ലേ ആണ്, ഹൈലി കംപ്രസിബിൾ ആണ്. CH ആണ് വരുന്നത് അല്ലെ. ഇനി ഏലൈൻ്റെ താഴെ വരുമ്പോഴാണെങ്കിലോ ഇനോർഗാനിക് സിൽറ്റ് അല്ലെ. അപ്പോൾ ഇത് ഇവിടെ എന്ത് വരും? ML വരും, ലോ കംപ്രസിബിൾ. MI വരും, ഇന്റർമീഡിയറ്റ് കംപ്രസിബിൾ. MH വരും, ഹൈലി കംപ്രസിബിൾ ആയിട്ടുള്ള ഇനോർഗാനിക് സിൽറ്റ്. ദെൻ ഓർഗാനിക് ക്ലേ ആൻഡ് സിൽറ്റിന്റെ കേസിലാണെങ്കിലോ OL വരും, OI വരും, OH വരും. ഇങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഈ ചാർട്ട് വെച്ചിട്ടുള്ള ഡിവൈഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ ബ്ലാക്ക് കോട്ടൺ സോയിൽ ആണെങ്കിൽ എ ലൈനിന്റെ പാർഷ്യലി എബോ പാർഷ്യലി ബിലോ ആയിട്ടാണ് വരുന്നത്. ബ്ലാക്ക് കോട്ടൺ സോയിൽ എങ്ങനെയാണ് ഇവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ എ ലൈനിന് പാർഷ്യലി എബോവും പാർഷ്യലി ബിലോ ആയിട്ടാണ് ബ്ലാക്ക് കോട്ടൺ സോയിൽ ലേ ചെയ്യുന്നത്. സോ ഈ ചാർട്ട് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഈ ചാർട്ടിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഏത് ടൈപ്പ് ഓഫ് സോയിൽ ആണ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ ചോദിക്കും. ഓക്കെ, അപ്പൊ ചാർട്ട് ഇങ്ങനെയാണ്. ലിക്വിഡ് ലിമിറ്റ് ആണ് എക്സ് ആക്സിസിൽ, പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണ് വൈ ആക്സിസിൽ. ദെൻ എ ലൈൻ വരച്ചു. എ ലൈനിന്റെ മുകളിലുള്ളതെല്ലാം ഇനോർഗാനിക് ക്ലേ, താഴെ വരുന്നതെല്ലാം ഇനോർഗാനിക് സിൽറ്റും ഓർഗാനിക് ക്ലേ ആൻഡ് സിൽറ്റ് ആണ്. അതിൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്: ലോ കംപ്രസിബിൾ, ഇന്റർമീഡിയറ്റ്, ഹൈലി കംപ്രസിബിൾ. അത് നമ്മൾ ലിക്വിഡ് ലിമിറ്റിന്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തത്. പിന്നെ എ ലൈനിന്റെ ഇക്വേഷൻ അത് കൂടെ കൊടുക്കുക, 0.73 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് മൈനസ് 20. ഇനി ഈ ചാർട്ട് നമ്മൾ ഒരു ചെറിയ എക്സാമ്പിൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇതിന്റെ പ്രോബ്ലം വരുമ്പോൾ സോൾവ് ചെയ്യാമെന്നൂടെ നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട് 60 എന്ന് തന്നിരിക്കുന്നു, പ്ലാസ്റ്റിക് ലിമിറ്റും തന്നിട്ടുണ്ട്, ഒരു 25 എന്ന് തന്നേക്കുവാണെന്ന് വെച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് സോയിൽ ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോയിലിന്റെ ക്ലാസിഫിക്കേഷൻ ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എ ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ എടുക്കാം. എ ലൈനിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു 0.73 ഇൻറ്റു ലിക്വിഡ് ലിമിറ്റ് മൈനസ് 20 അല്ലെ. WL എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇവിടുത്തെ ഇക്വേഷനിൽ ലിക്വിഡ് ലിമിറ്റ് എന്താണ്? 60 മൈനസ് 20 40 ഇൻറ്റു 0.73 ചെയ്യാം. നമുക്കൊരു 29 റിലേറ്റഡ് വാല്യൂ കിട്ടി. ഓക്കെ, അത് നമുക്ക് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എ ലൈനിന്റെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണ് കിട്ടിയത്. ഇനി നമ്മൾ ആക്ച്വൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് കണ്ടുപിടിക്കാം. ആക്ച്വൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സിന്റെ ഫോർമുല അറിയണം. ലിക്വിഡ് ലിമിറ്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ് പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ്. ഇവിടെ ലിക്വിഡ് ലിമിറ്റ് 60 ആണ്, പ്ലാസ്റ്റിക് ലിമിറ്റ് 25 ആണ്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 35 എന്ന് കിട്ടും അല്ലെ. അപ്പോൾ ആക്ച്വൽ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് 35 എന്ന് കിട്ടി. നമ്മുടെ എ ലൈൻ എന്ന് പറയുന്നത് 29 ആണ്. അപ്പോൾ ഈ വാല്യൂ എന്താണ്? എ ലൈനിനെക്കാട്ടിലും മുകളിൽ നിൽക്കുകയാണ് അല്ലെ. അപ്പോൾ എ ലൈൻ ഇങ്ങനെ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ വരാണ്. ഇതാണ് നമ്മുടെ എ ലൈൻ. അത് നമ്മുടെ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് 29 ഉള്ളൂ, പക്ഷെ ആക്ച്വലി ഉള്ളത് 35 ആണ്. ഇതിന്റെ മുകളിലാണ് കിട്ടുന്നത്. സോ അത് ഏത് ടൈപ്പ് ഓഫ് സോയിൽ ആയിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞു അതൊരു ക്ലേ സോയിൽ ആയിരിക്കും അല്ലെ. അപ്പൊ അത് ക്ലേ സോയിൽ ആണെന്ന് കണ്ടുപിടിച്ചു. ഇനി അത് ഏത് കംപ്രസിബിലിറ്റിയിലുള്ള സോയിൽ ആണെന്ന് കൂടെ കണ്ടുപിടിക്കണം. അതിന് നമുക്ക് എന്ത് വേണം? ലിക്വിഡ് ലിമിറ്റ് ആണ് അറിയേണ്ടത്. അപ്പൊ നമ്മുടെ ലിക്വിഡ് ലിമിറ്റ് 60 ആണ്. 60 ആണ് നമ്മുടെ ലിക്വിഡ് ലിമിറ്റ്. നമ്മളറിയാം 35 കുറവാണെങ്കിൽ അത് ലോ കംപ്രസിബിൾ ആണ് സോയില്. 35 to 50 ആണെങ്കിൽ അത് ഇന്റർമീഡിയറ്റ് കംപ്രസിബിൾ ആണ്. 50 കൂടുതലാണെങ്കിൽ അത് ഹൈലി കംപ്രസിബിൾ ആണ്. അപ്പൊ ഇത് ഏത് കാറ്റഗറിയിൽ വരും? ഹൈലി കംപ്രസിബിൾ എന്നുള്ളൊരു കാറ്റഗറിയിൽ വരും. അപ്പൊ ക്ലേ സോയിൽ ആണ്, ഹൈലി കംപ്രസിബിൾ ആണ്. സോ നമ്മുടെ ക്ലാസിഫിക്കേഷൻ എങ്ങനെ വരും? ഹൈലി കംപ്രസിബിൾ ക്ലേ സോയിൽ. എങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? CH. സോ ഓപ്ഷനിൽ CI അങ്ങനെ 1-2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഏത് ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം? CH എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സോ ഇതാണ് പ്ലാസ്റ്റിസിറ്റി ചാർട്ടിനെ ബേസ് ചെയ്തിട്ട് വരുന്ന പ്രോബ്ലം പാർട്ടിൽ ഏത് ടൈപ്പ് ഓഫ് സോയിൽ ആണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ഗേറ്റിനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്.
സോ സോയിൽ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള തിയറി പാർട്സ് ആണ് പറഞ്ഞത്. മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന എല്ലാ പാർട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും പ്രോബ്ലം ക്വസ്റ്റ്യൻസും ഉണ്ട്. നമ്മൾ വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ വീഡിയോസ് കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.